ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള മുട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കൂടാതെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരി ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊരു 4-5 മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇതുപോലെ അരി മുങ്ങാനുള്ള പാകത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തലേന്ന് വൈകുന്നേരം തന്നെ അരി കുതിർത്തിട്ട് രാത്രി അരച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൈകുന്നേരമാണ് അരി കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുടെ അരി ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. ഇനി കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഇത് കുതിരാനായിട്ട് വെച്ചിട്ടുള്ളത്. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞതിന് ശേഷം നമുക്ക് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് കൂടി പോകരുത് കേട്ടോ. ഈ ഒരു അരിയുടെ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ അരി അരഞ്ഞു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരിതാ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ 1 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ചോറായാലും കുഴപ്പമില്ല. ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും ഇത് ഒന്നും കൂടി നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ദോശമാവിനേക്കാളും കുറച്ചൊരു ലൂസായിട്ടുള്ള മാവാണ് കേട്ടോ വേണ്ടത്. എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് വേണ്ടത്. അപ്പോൾ നമുക്കിതിൽ ഒന്നും കൂടെ ലൂസാക്കി എടുക്കണം. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മണിക്കൂർ വെക്കാം. അപ്പോൾ ഞാനിവിടെ രാത്രി അരച്ചെടുത്തിട്ട് രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മൈദയൊക്കെ ഇതിൽ മിക്സായി വരുമ്പോൾ മാവ് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഈ മാവ് കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാവ് ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ മാവ് വേണ്ടത്. ഒരുപാട് തിക്കും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസും വേണ്ട. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുഴിയിലൊക്കെ നിറയെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് മാവ് ഓരോ കുഴിയിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് മാവ് ഇതുപോലെ ഒരു ഗ്ലാസ്സിലാക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവാതെ മുകൾ ഭാഗമൊക്കെ പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങണം. അപ്പോൾ ഉൾഭാഗമൊക്കെ ഇപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ടാവും. ഇനി ഒന്ന് കളറ് മാറിയതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എടുക്കാം.
ഇനി ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ മുട്ടയപ്പം എല്ലാം ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണിത്. ഉള്ളിലൊക്കെ നല്ല പഞ്ഞി പോലെയുള്ള അപ്പമാണ്. അപ്പോൾ ബീഫ് വരട്ടിയതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്